അധ്യക്ഷവേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാന്യരായ എൻ്റെ രക്ഷിതാക്കളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഈ വിദ്യാലയത്തിൽ നമ്മൾ എത്രയോ തവണ ഒത്തുകൂടിയിട്ടുണ്ട്. വാർഷികാഘോഷ ചടങ്ങുകളിൽ മാത്രമല്ല, സാമൂഹ്യ നന്മയാർന്ന നിരവധി പ്രവർത്തന വേദികളിലും നമ്മൾ ഒത്തുചേർന്ന ഒരു ക്യാമ്പസാണ് ഇത്. ഈ വിദ്യാലയത്തിലൂടെ പാലക്കാട് ജില്ലയും കേരളത്തിൻ്റെ സാംസ്കാരികോത്സവത്തിൽ, പുതുതലമുറയുടെ സാംസ്കാരികോത്സവത്തിൽ സാന്നിധ്യമുറപ്പിക്കുകയും ഏറ്റവും ഉന്നതമായ ലക്ഷ്യത്തിൻ്റെ തൊട്ടടുത്ത് നിരവധി വർഷക്കാലമായി എത്തി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്കെല്ലാം ആഹ്ലാദം പകരുന്നതാണ്. ഓരോ വർഷം പിന്നിടുമ്പോഴും ഈ ദേശീയ പാതയിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സംസ്ഥാനത്തിലെയും രാജ്യത്തിലെയും ഇതര രാജ്യങ്ങളിൽ നിന്ന് ഈ ദേശം സന്ദർശിക്കുന്നവരുടെയും ശ്രദ്ധയിലെത്തുന്ന നമ്പർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 13 തവണയായി സംസ്ഥാന കലോത്സവത്തിൽ ഈ വിദ്യാലയം വെന്നിക്കുറി കൊടി പാറിച്ചുകൊണ്ടിരിക്കുക. അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ: മനസ്സു നല്ലതായ നിരവധി അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യമാണ് ഈ വിദ്യാലയത്തെ ഈ ഉന്നത പദവിയിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. മനുഷ്യൻ നന്നാവാൻ മനസ്സു നന്നാവണം എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാഗുരു ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ആശയങ്ങൾ ജനഹൃദയങ്ങളിലെത്തിക്കാൻ തൻ്റെ ജീവിതാവസാനം വരെ പ്രയത്നിച്ച സ്വാമി നിർമ്മലാനന്ദ യോഗിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ വിദ്യാലയം, ഇവിടുത്തെ പഠനാന്തരീക്ഷവും ഭൗതികാന്തരീക്ഷവുമെല്ലാം. അത് എക്കാലവും ഈ നാട് നന്ദിയോടുകൂടി ഓർമ്മിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഓരോ വർഷം പിന്നിടുമ്പോഴും ഈ അങ്കണത്തിൽ ഒത്തുകൂടുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനവ്, ഈ അങ്കണത്തിലേക്ക് പ്രവേശിക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ കുട്ടികളെയും പ്രവേശിപ്പിക്കാൻ കഴിയാതെ പോകുന്ന വിമിഷ്ടവും എല്ലാം ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയുടെ സൂചകമായി നാം തിരിച്ചറിയുക. പൊതുവിദ്യാലയങ്ങൾ കേരളത്തിലെ ഏറ്റവും മികച്ചതാണ്. സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യാറ്. ആ പൊതുവിദ്യാലയങ്ങളുടെ നന്മ വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരും ആ സർക്കാരിൻ്റെ ആ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്ന ഒരു MLA-യുമാണ് ഞാൻ. പക്ഷേ പൊതുവിദ്യാലയത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെട്ടതല്ല ഈ വിദ്യാലയമെങ്കിലും ഈ വിദ്യാലയം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ നന്മ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ ആരാധനായ മുഖ്യമന്ത്രി ഇവിടെ ഇതുപോലെ ഒരു വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, അദ്ദേഹത്തിൻ്റെ പ്രത്യേക ചിട്ടകൾ. ആ ചിട്ടകളിൽ ഒരിക്കലും മറ്റേതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പിന്തുടർന്ന ഒരു സ്ഥാപനത്തിലും അദ്ദേഹത്തെ കാണാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ശരിയാണ്. ഈ വിദ്യാലയത്തിൻ്റെ നടത്തിപ്പ്, ഈ വിദ്യാലയം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ ശരിയാണ് എന്ന് ഈ സമൂഹത്തോടൊപ്പം നമ്മുടെ ഭരണകൂടവും അംഗീകരിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി അന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നത്. അതേ മന്ത്രിസഭയിലെ
വേണമെങ്കിൽ രണ്ടാമനോ മൂന്നാമനോ എന്ന് പറയാവുന്ന റവന്യൂ വകുപ്പ് മന്ത്രി ഇന്ന് എന്നെ രാവിലെ വിളിച്ചു. ശ്രീമാൻ കെ രാജൻ അവർ, അദ്ദേഹം രാവിലെ എന്നെ വിളിച്ചത്, ഞാനും വിജയൻ മാഷുമെല്ലാം പലതവണ കഴിഞ്ഞ 1-2 വർഷക്കാലമായി ഈ തരം വാർഷികാഘോഷ ചടങ്ങിൽ അദ്ദേഹത്തെ എത്തിക്കാൻ പരിശ്രമം നടത്തിയവരാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചത്. എനിക്കൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. അന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇന്നേ ദിവസം ഈ വിദ്യാലയത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരവസ്ഥയും എനിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും ഇവിടെ ചെല്ലുമ്പോൾ അത് അവരോട് പറയണം. ഇത്ര നല്ല ഒരു ക്യാമ്പസിൽ, ഈ വിദ്യാലയത്തിൽ നിങ്ങളെല്ലാം ക്ഷണിച്ചിട്ടും എനിക്ക് വരാൻ കഴിയാതെ പോയതിൻ്റെ സങ്കടം അവരെ അറിയിക്കണമെന്ന് ഒരു മന്ത്രി ഈ സന്ദർഭത്തിൽ വിളിച്ചു പറയണമെങ്കിൽ അതിൻ്റെ ഈ അടിത്തറ എന്ന് പറയുന്നത് ഈ വിദ്യാലയത്തിൻ്റെ നന്മ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വിദ്യാലയം ഉയർത്തിപ്പിടിക്കുന്ന ഈ നാടിൻ്റെ നല്ല സംസ്കാരം അത് അപകടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കേവർക്കും ബാധ്യതയുണ്ട്. ഈ വിദ്യാലയത്തിൽ നിന്ന് അക്ഷരം പഠിക്കുന്നവർ, ഈ വിദ്യാലയത്തിൽ നിന്ന് ഔപചാരിക വിദ്യാഭ്യാസ ക്രമത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറുന്നവർ, കേവലാർത്ഥത്തിൽ അക്ഷരം പഠിക്കുന്നവരും സർട്ടിഫിക്കറ്റ് സമ്പാദിക്കുന്നവരും ഭാവിയിൽ ഏതെങ്കിലും സുരക്ഷിതമായ ജോലി നേടുന്നവരും മാത്രമായി തീരണം എന്നാഗ്രഹിക്കാതെ ഈ വിദ്യാലയം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തവർ, ഞാൻ നേരത്തെ പറഞ്ഞ പൂർവ്വകാല സൂരികൾ, ദീർഘവീക്ഷണമുള്ളവർ, അവരുടെ മനസ്സിലുള്ളതുപോലെ നല്ല മനസ്സുള്ള മനുഷ്യരായി മാറിത്തീരാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിർബന്ധിക്കുകയും അവരെ അതിനുവേണ്ടി ആശീർവദിക്കുകയും ചെയ്യണം എന്ന് രക്ഷിതാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികൾ എപ്പോഴും നിഷ്കളങ്കരാണ്. കുട്ടികൾക്ക് കളവ് പറയാൻ അറിയില്ല. യഥാർത്ഥത്തിൽ ചതിയില്ല, വഞ്ചനയില്ല. പക്ഷേ അവർ ജനിച്ച് വീണ് ഏറെ കഴിയുന്നതിനിടയിലാണ്, ഈ യാത്രയ്ക്കിടയിലാണ് അവർ കളവ് പറയാൻ പരിശീലിക്കുന്നത്. അവർ പല വഞ്ചനകളും കണ്ടുപഠിക്കുന്നവരാണ്. അവർ തെറ്റായ പല നിലപാടുകളും അവർ എടുക്കേണ്ടി വരുന്നത് ഈ സമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഒരിക്കലും കുറ്റക്കാരല്ല. അവരെ കുറ്റവാളികളാക്കുന്നത് നിലവിലുള്ള തലമുറയും നയിക്കുന്ന രക്ഷിതാക്കളുടെ കൂട്ടായ്മയുമാണ്. അതുണ്ടാവാൻ പാടില്ല എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രക്ഷിതാക്കൾ എപ്പോഴും നേർവഴിക്ക് നടക്കാൻ വേണ്ടി മാത്രം കുട്ടികളോട് പറയുക. കുട്ടികളിലൂടെയാണ് നമുക്കെല്ലാം നല്ലത് കെട്ടിപ്പടുക്കാൻ വേണ്ടി കഴിയുക. പുതുതലമുറയാണ് പുതിയ ലോകവും പുതിയ നന്മയുമെല്ലാം സൃഷ്ടിക്കാൻ കരുത്തുള്ളവർ. അതുകൊണ്ട് പുതുതലമുറയിൽ വിശ്വാസം അർപ്പിക്കുക. അവരെന്തോ തെറ്റുകാരാണ് എന്നും നമ്മളാണ് നേർവഴിക്ക് മാത്രം നടക്കുന്നവർ എന്നും തെറ്റിദ്ധാരണ നമ്മൾ രക്ഷിതാക്കൾക്ക് ഇല്ലാതിരിക്കുന്നതാണ് ഈ നാടിന് നന്നാവുക എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ രക്ഷിതാക്കൾ പരിപൂർണമായും തെറ്റുകാരല്ലെങ്കിൽ എങ്ങനെയാണ് ഈ നാട് ഈ കാണുന്ന തെറ്റുകളെല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് സ്വയം ചിന്തിച്ചാൽ മതി. ഇന്നത്തെ നാട്ടിൽ കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതുമായ പലതും കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരുന്നവരാണ് നമ്മൾ. അതെല്ലാം ഈ നാട്ടിൽ സൃഷ്ടിച്ചത്, അതിന് ഉത്ഭവം കൊടുത്തത് നമ്മൾ ഉൾപ്പെടുന്ന രക്ഷിതാക്കൾ തന്നെയാണ്. പുതുതലമുറ അത് തിരുത്തണം. ഇന്നത്തെ എല്ലാ തിന്മകളെയും മാറ്റി വകഞ്ഞു മാറ്റി നന്മയിലേക്ക് സമൂഹത്തെ നയിക്കാൻ പുതുതലമുറയ്ക്ക് കഴിയും. അതിന് കരുത്തു പകർന്നായിരിക്കണം നമ്മുടെ ഓരോ പാഠഭാഗങ്ങളും. അത് ജീവിതത്തിൽ നിന്ന് അത് പഠിക്കാൻ അവർക്ക് നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇത്. പാഠപുസ്തകങ്ങൾ മാത്രമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ മറ്റിതര കലോത്സവ വേദിയിലേക്ക്, കായിക വേദിയിലേക്ക്, അതല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനത്തിലേക്ക് എല്ലാം കുട്ടികളെ ആകർഷിക്കുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം മാനവ ഹൃദയത്തോട് അടുത്ത് നിൽക്കാൻ, മനുഷ്യ സ്നേഹത്തോട് അടുത്ത് നിൽക്കാൻ, സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന ഒരു മനുഷ്യനായി മാറാൻ കുട്ടികളെ പറയാതെ പറഞ്ഞു നിർബന്ധിക്കുന്ന ഒരു പഠന പ്രവർത്തന രീതി വിജയൻ മാഷും സംഘവും ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് ഞങ്ങളെപ്പോലുള്ളവരെ ആകർഷിച്ചിട്ടുള്ളത്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ രക്ഷിതാക്കൾ തയ്യാറാവേണ്ടതുണ്ട്. മറ്റ് പലതിനും നമ്മൾ ഇവരെ നിർബന്ധിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ചിലപ്പോഴെങ്കിലും അത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിലോ അത്തരം സാംസ്കാരിക കലോത്സവ പ്രവർത്തനങ്ങളിലോ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധം വേണോ, മറ്റതിൽ നിർബന്ധിച്ചാൽ പോരെ എന്നെല്ലാം കരുതുന്നവരുണ്ടാകും. ആ കരുതൽ
നമുക്കുണ്ടാവേണ്ടതില്ല എന്ന് രക്ഷിതാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഏറ്റവും അനുയോജ്യയായ ഒരു ഉദ്ഘാടക നമ്മുടെ വേദിയിലിരിക്കുന്നുണ്ട്. ഈ നാടിൻ്റെ നമ്മുടെ എല്ലാം മകളാണ് ഐശ്വര്യ രാജ്. അവർ തൻ്റെ ഈ പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും മികച്ച സാന്നിധ്യമാണ്. അപ്പോൾ സത്യസന്ധമായ തൻ്റെ സാംസ്കാരിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഐശ്വര്യ ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെ ഈ വാർഷികാഘോഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന വേദിയിലെത്തിയതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതുപോലെ വിവിധ പ്രതിഭകളെ പലപ്പോഴും പരിചയപ്പെടാൻ നമുക്ക് അവസരം ലഭിക്കുന്നതിന് കാരണക്കാരനായ വിജയൻ മാഷിനെയും സംഘത്തെയും ഈ വിദ്യാലയത്തിൻ്റെ PTA കമ്മിറ്റിയെയും ബാലചന്ദ്രൻ മാഷിനെ പോലുള്ളവരെയും PTA ഭാരവാഹികളെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.